മാത്സ്യോണിൻ്റെ ലാസ്റ്റ് മിനിറ്റ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്പർ തിയറിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഇൻറ്റീജർ n ഇസ് കോൾഡ് എ സൂഡോ പ്രൈം ഇഫ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇഫ് n ഡിവൈഡ്സ് 2 raised to n minus 2, if n is composite and n divides 2 raised to n minus 2, n is prime and n divides 2 raised to n minus 2, and n is composite and n divides 2 raised to n minus 1. അപ്പം സൂഡോ പ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ഫേക്ക് പ്രൈം ആയിരിക്കും. ഫേക്ക് പ്രൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദേ വിൽ ബി കോമ്പോസിറ്റ് നമ്പേഴ്സ്. സോ സൂഡോ പ്രൈംസ് എന്ന് പറയുന്നത് ദേ ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ് which satisfy the following condition, and ആ കണ്ടീഷൻ ഇങ്ങനെയാണ്: 2 raised to n is congruent to 2 mod n. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്നിനെയാണ് നമ്മൾ ഒരു സൂഡോ പ്രൈം എന്ന് വിളിക്കുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് n ഡിവൈഡ്സ് 2 raised to n minus 2. അതായത് n ഡിവൈഡ്സ് 2 raised to n minus 2 ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ കോമ്പോസിറ്റ് നമ്പർ ഓൾസോ. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഓപ്ഷൻ ബി ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. Next question: if a is an odd integer, then a square minus 1 ഏതിൻ്റെ മൾട്ടിപ്പിൾ എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് പല രീതിയിലും ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാം. നമുക്കിതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. സോ എ എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞു. എ ഈസ് ഓഡ്. വേറെ നമുക്ക് തന്നിട്ടുള്ളത് എ സ്ക്വയർ മൈനസ് 1ൻ്റെ ഫാക്ടർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? സോ എ സ്ക്വയർ മൈനസ് 1 എന്ന് നമുക്ക് എപ്പോഴും എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എ ഇസ് എൻ ഇൻറ്റീജർ. കുഴപ്പമില്ല. സോ എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 എന്ന് എഴുതാൻ സാധിക്കും. അപ്പം ഈ എ മൈനസ് 1 കഴിഞ്ഞിട്ട് വരുന്ന നമ്പറാണ് എ, അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പറാണ് എ പ്ലസ് 1. നോക്കുമ്പോൾ ഇത് മൂന്നും കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ആണ്, അല്ലേ? സോ കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സിൽ ഈ നടുവിലത്തത് ഓഡ് ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ this and this, both of them will be even integers. Both of them will be even integers. Even integers ആയതുകൊണ്ട് തന്നെ രണ്ടും divisible by 2 ആയിരിക്കും. മാത്രമല്ല നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം 2ൻ്റെ മൾട്ടിപ്പിളും ഒരെണ്ണം 4ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കും. സോ ഇവിടെ എ മൈനസ് 1ഉം എ പ്ലസ് 1ഉം രണ്ട് കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ആണ്. സോ 1 വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് ദി അതർ വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 4. ദെയർഫോർ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കും. ദെയർഫോർ നമുക്ക് എ സ്ക്വയർ മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറയാൻ സാധിക്കും. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 87 raised to 51 mod 47 is congruent to എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ ഡിറക്റ്റ് ആയിട്ട് നമ്മുടെ ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്യാം. ഫെർമാറ്റ്സ് തിയറം പറയുന്നത് a raised to p minus 1 is congruent to 1 mod p എന്നാണ്. വേർ p is a prime. ഇവിടെ 47 എന്ന് പറയുന്നത് ഒരു പ്രൈം ആണ്. ദെർഫോർ നമുക്കിവിടെ ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. ദെർഫോർ 87 raised to p minus 1 which is 47 minus 1 is congruent to 1 mod 47 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. This is Fermat's theorem. That is 87 raised to 46 is congruent to 1 mod 47 എന്ന് വരും. That means finally നമുക്ക് എന്ത് കിട്ടും? 87 raised to 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 46 പവറിനോടൊരു 5 പവറും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ദാറ്റ് മീൻസ് നമുക്കിവിടെ 87 raised to 5 mod 47 എന്ന് കിട്ടും. Now this 87 raised to 5 mod 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87 itself is a large number than 47. സോ നമുക്ക് അവിടെയും നമുക്ക് കോൺഗ്രുവൻസ് കാണേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 87 is congruent to എത്രയായിരിക്കും? 87 is congruent to 40 mod 47 അല്ലേ? അല്ലെങ്കിൽ നമുക്കിതിനെ this is congruent to -7 mod 47 എന്ന് എഴുതാൻ സാധിക്കും, which is a much smaller and easier number to handle. So 87 is congruent to -7 mod 47. So അങ്ങനെയാണെങ്കിൽ therefore 87 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be congruent to -7 whole power 5 mod 47. ഓക്കെ, ഇനി ഈ 7 raised to 5ൻ്റെ
കോൺഗ്രുവൻസ് എടുത്താൽ മതി. 7 സ്ക്വയർ is congruent to, that is 49 is congruent to 2 mod 47 ആണ്. Therefore 7 raised to 5 എന്ന് പറയുമ്പോൾ is congruent to 4 into 7 mod 47 എന്ന് കിട്ടും. That is 28 mod 47 എന്ന് കിട്ടും. So 7 raised to 5 is congruent to 28 mod 47. Therefore ഇവിടെ നമുക്ക് -7 raised to 5 ആണ്. Therefore -1 പുറത്തുണ്ടാകും. നമുക്കപ്പം 87 raised to 5 is congruent to -28 mod 47 എന്ന് എഴുതാൻ പറ്റും. ഈ -28 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 19 mod 47. സോ ഇവിടെ 19 mod 47 ആണ് നമ്മളുടെ ആൻസർ, വിച്ച് ഈസ് ഓപ്ഷൻ ബി അഗൈൻ. സോ ഫെർമാറ്റ്സ് തിയറം ആണ് നമ്മൾ ഇത്തരം പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്, സ്പെഷ്യലി വെൻ നമ്മുടെ മോഡുലോ പ്രൈം എന്നുള്ള രീതിയിലാണ് കോൺഗ്രുവൻസ് തന്നിട്ടുണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് 1/22 mod 23? അപ്പോൾ ഇവിടെ നമുക്ക് കോൺഗ്രുവൻസിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം 22 ഇസ് കോൺഗ്രുവന്റ് ടു ഡാഷ് മോഡുലോ 23. എത്രയാണ്? 22 ഇസ് കോൺഗ്രുവന്റ് ടു -1 mod 23 അല്ലേ? Therefore നമുക്ക് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 1/22 വിൽ ബി കോൺഗ്രുവന്റ് ടു 1/-1 mod 23. ഇത് കോൺഗ്രുവൻസിന്റെ ജസ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. Therefore it is congruent to -1 mod 23 എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് -1 ഇല്ല. സോ -1ന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇസ് കോൺഗ്രുവന്റ് ടു 22 mod 23 എന്ന് പറയാൻ സാധിക്കും. സോ 1/22 ഇസ് കോൺഗ്രുവന്റ് ടു 22 mod 23. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ് അല്ലേ? ഇഫ് എ ഇസ് കോൺഗ്രുവന്റ് ടു ബി mod m, if and only if m divides a minus b ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് 1/22 - 22 is it divisible by 23 എന്ന് നോക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് of course divisible by 23. സോ നമ്മൾ ഈ ചെയ്തതിലും തെറ്റൊന്നുമില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രുവൻസ്. സോ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സോൾവ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു എപ്പിസോഡുമായി കാണാം. താങ്ക് യു.